എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻഡ് ആദ്യ എഡിഷനിൽ ചാമ്പ്യന്മാർ ആയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഉയർത്തിയ 157 എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 20ാം ഓവറിലേക്ക് വിജയം നേടി. അർദ്ധ സെഞ്ചുറി നേടിയ അമ്പാട്ടി റായുഡു ആണ് ഇന്ത്യൻ വിജയത്തിൽ ഇന്ന് നിർണായക പങ്കുവഹിച്ചത്. അമ്പാട്ടി റായുഡു 30 പന്തിൽ നിന്ന് 50 റൺസ് അടിച്ചു. അവസാനം യൂസുഫ് പത്താന്റെ മികച്ച ഇന്നിംഗ്സ് ആണ് ഇന്ത്യയെ ജയത്തിലേക്ക് എത്തിച്ചത്. യൂസുഫ് പത്താൻ 16 പന്തിൽ നിന്ന് 30 റൺസ് ആണ് അടിച്ചുകൂട്ടിയത്. 3 സിക്സും 1 ഫോറും ഉൾപ്പെടെയായിരുന്നു യൂസുഫ് പത്താന്റെ ഇന്നിംഗ്സ്. ഗുർകീരത് സിംഗ് 34 റൺസും എടുത്തു. 15 റൺസുമായി യുവരാജ് സിംഗ് പുറത്താകാതെ നിന്നു. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാനെ ഇന്ത്യ 156 റൺസിൽ ഒതുക്കിയിരുന്നു. ഇന്ത്യയ്ക്ക് എതിരെ പാകിസ്ഥാന്റെ പ്രധാന ബാറ്റർമാർക്ക് ആർക്കും അറ്റാക്ക് ചെയ്ത് കളിക്കാനായില്ല. 36 പന്തിൽ നിന്ന് 41 റൺസ് എടുത്ത മാലിക്കാണ് പാകിസ്ഥാന്റെ ടോപ്പ് സ്കോറർ ആയത്. കമ്രാൻ അക്മൽ 24 റൺസും മിസ്ബാഹ് 18 റൺസും എടുത്തു. മിസ്ബാഹിന് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നത് പാകിസ്ഥാന് തിരിച്ചടിയായി. അവസാനം 9 പന്തിൽ നിന്ന് 19 റൺസ് എടുത്ത സുഹൈൽ തൻവീർ ആണ് പാകിസ്ഥാനെ 150 കടക്കാൻ സഹായിച്ചത്. ഇന്ത്യയ്ക്ക് അനുരീത് സിംഗ് 3 വിക്കറ്റ് വീഴ്ത്തി. ഇർഫാൻ പത്താൻ, വിനയ് കുമാർ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. T20 വേൾഡ് കപ്പ് ടീം ഇന്ത്യ നേടിയതോടെ ഇന്ത്യയുടെ ഇതിഹാസ താരങ്ങളും ഇപ്പോൾ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ലെജൻഡ്സ് ട്രോഫി സ്വന്തമാക്കിയിരിക്കുകയാണ്. സീസണിൽ ഉടനീളം ഇന്ത്യൻ താരങ്ങൾ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. പ്രത്യേകിച്ച് യൂസുഫ് പത്താന്റെ ഇന്നിംഗ്സ്. അങ്ങനെ ഇന്ത്യ വീണ്ടും പാകിസ്ഥാനെ നാണം കെടുത്തിരിക്കുകയാണ്. തോൽവി എന്തെന്ന് അറിയാതെ വന്ന പാകിസ്ഥാന് ഇന്ന് ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നു. ഇന്ത്യൻ ആരാധകർക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു രാവിലെ തന്നെയാണ് ഇത്. അപ്പോൾ ലെജൻഡ്സ് ലീഗിൽ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.